ക്രൈംബ്രാഞ്ച് വിഭാഗങ്ങൾക്കാണ് അന്വേഷണ ചുമതല. പ്രകടമായ വിധത്തിൽ അന്വേഷണം നടത്തി ആരെയും ബുദ്ധിമുട്ടിക്കാതെ വിവരങ്ങൾ ശേഖരിക്കുകയും നിരീക്ഷിക്കുകയുമാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. എല്ലാവരുടെയും വരുമാന സ്രോതസ് അന്വേഷിക്കാൻ ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. ആസ്തി വിവരങ്ങൾ ശേഖരിക്കാൻ പൂർവ്വകാലത്തെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ആത്മീയ പരിവേഷം നേടിയവർ പൂർവ്വകാലം വേട്ടയാടാൻ സാധ്യതയില്ലാത്ത പുതിയയിടങ്ങളിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് സമയമെടുക്കുമെന്നാണ് സൂചന. സന്തോഷ് മാധവൻ വിവാദം പുറത്തുവന്നതോടെ ആശങ്കയിലായ പലരും അറസ്റ്റുണ്ടായതിനടുത്ത ദിവസങ്ങളിൽ ആശ്രമം ഉപേക്ഷിച്ച് കടന്നുവെന്നാണ് സൂചന. പലയിടത്തും പരിസരവാസികളാണ് സ്വാമിമാർക്ക് പാരയായത് എന്നാണ് വിവരം. കൊച്ചിയിൽ റിമാൻഡിലായ തോക്ക് സ്വാമിയെ പ്രവർത്തനം പരിധിവിട്ടതോടെ കോഴിക്കോട്ട് നിന്ന് നാട് കടത്തിയത് നാട്ടുകാരായിരുന്നു. കോഴിക്കോട് വണ്ടിച്ചെക്ക് കേസിൽ കോടതി വാറണ്ട് നിലനിൽക്കെ സ്വാമിയായി മാറിയ പഴയ സിനിമാ സംവിധായകൻ സുനിൽ ഇപ്പോൾ ഹരിദ്വാറിലാണ് എന്നാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളോട് ഫോണിൽ സംസാരിച്ച സ്വാമി അടുത്ത മാസം തിരിച്ചെത്തുമെന്നും 5 വർഷം മുമ്പ് കടം വാങ്ങിയ 10 ലക്ഷം തിരികെ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മലബാർ മേഖലയിൽ വിവിധ പ്രദേശങ്ങളിൽ അടുത്ത ദിവസങ്ങൾ വരെ പ്രാക്ടീസ് ചെയ്തിരുന്ന ആൾദൈവങ്ങൾ 6 പേരെങ്കിലും വിദേശത്തെ ഭക്തർക്ക് ദർശനം നൽകാൻ പുറപ്പെട്ടിരിക്കുകയാണ്. മനോരമ ന്യൂസ്, കോഴിക്കോട്.